ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് സീരീസ്. നമ്മുടെ 7ാമത്തെ എപ്പിസോഡാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് IAS ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിവിൽ സർവീസിൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഇതങ്ങനെ പ്രിപ്പയർ ചെയ്ത് പറയുന്നതല്ല, ഞാൻ റാൻഡം ഓർഡറിൽ ഓർമ്മ വരുന്നതനുസരിച്ച് നമ്മൾ അതായത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏകദേശം ക്ലിയർ ആണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതാണ്. ബിക്കോസ് നമ്മൾ UPSCയുടെ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഡൂസ് ആൻഡ് ഡോൺസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം റാൻഡം ഓർഡറിൽ കേട്ടോ. ഞാനത് എനിക്ക് ജസ്റ്റ് നോർത്തെടുക്കുകയാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഡൂസ് ആൻഡ് ഡോൺസിൽ ഒന്ന് എടുത്തു പറയാൻ തോന്നി, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ്, നമുക്ക് ചോദ്യം അറിയില്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയില്ല എന്ന് തന്നെ പറയണം. നമ്മൾ കഴിയുന്നതും നമ്മുടെ ഇൻ്റർവ്യൂവിൽ കള്ളം പറയാതിരിക്കുക, ഓണസ്റ്റ് ആയിട്ട് പെരുമാറുക. നമ്മൾ മറ്റെന്തോ ആയിട്ടുള്ള ഒരാളും നമ്മൾ ഇൻ്റർവ്യൂവിൽ വേറൊരാളായി ഭാവിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ബി യുവർ സെൽഫ് ബട്ട് റിഫൈൻ യുവർ സെൽഫ്. നമ്മൾ ഈ സർവീസിലേക്ക് ആവശ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂട്ടബിലിറ്റി ഇൻ ടു പബ്ലിക് സർവീസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ദേ ആർ അൾട്ടിമേറ്റ്ലി ഗോയിങ് ടു ജഡ്ജ് വെദർ യു ആർ സൂട്ടബിൾ ഫോർ ദിസ് പബ്ലിക് സർവീസ് പ്രൊഫഷൻ, ദറ്റ് യു ആർ സൂട്ടബിൾ ടു ബി എ സിവിൽ സർവൻറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ശരിക്കും അങ്ങനെയല്ല. അപ്പോൾ ശരിക്കും ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളായിരിക്കും നമ്മൾ. തൊട്ടാ ദേഷ്യം വരുന്ന ഒരാൾ ഇൻ്റർവ്യൂവിൽ പോയി അന്നത്തെ ദിവസം ഭയങ്കരമായി ഒരു പാവത്തെ പോലെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അത് പുറത്ത് കൊണ്ടുവരും. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരും. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ബോർഡ് ദേഷ്യപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. സോ ബേസിക്കലി ഇഫ് യു ആർ മോർ ഓഫ് ആൻ അഗ്രസീവ് പേഴ്സൺ, ആ അഗ്രഷൻ ടോൺ ഡൗൺ ചെയ്ത് കൺട്രോൾ ആക്കി വെക്കുക. അതിനർത്ഥം ബോർഡിനോട് അത് ബേസ്റ്റ് ഔട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ അത് കീപ്പപ്പ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു പാവത്തെ പോലെ അതിവിനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോർഡിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സബ്സർവിയൻറ്റ് ആറ്റിറ്റ്യൂഡൊന്നും അല്ല ബോർഡിൽ ഇരിക്കുന്നത്. അതായത് ദേ റെസ്പെക്ട് യു ഫോർ വാട്ട് യു ആർ, ദേ റെസ്പെക്ട് ഫോർ വാട്ട് യു ഹാവ് അച്ചീവ്ഡ്. പ്രിലിംസും മെയിൻസും കഴിഞ്ഞല്ലേ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ദേ സീ യു ആസ് എ അപ്കമിങ് ബ്യൂറോക്രാറ്റ്. ആ റെസ്പെക്ട് അവർ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് നമ്മൾ അതാ പറഞ്ഞത്, നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഓണസ്റ്റായിട്ടും സത്യസന്ധമായിട്ടും ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, വെറുതെ ഫേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരതല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അവർ വളരെയധികം സ്നേഹത്തോടെയും വിനയത്തോടെയൊക്കെ വന്നിരുന്നത്. യു ക്യാൻ ബി വെരി ജെൻറ്റിൽ, യു ക്യാൻ ബി ജെൻറ്റിൽ ഇൻ യുവർ പെർഫോമൻസ്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഷുഡ് ബി ഡബിൾ സൈഡഡ് ഡ്യുവൽ മൈൻഡഡ് പേഴ്സൺ. അങ്ങനെ കാണിക്കണ്ട. നിങ്ങളുടെ അഗ്രഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ടോൺ ഡൗൺ ചെയ്താൽ മതി, കൺട്രോൾ ചെയ്ത് വെച്ചാൽ മതി. വേറൊരാളായി മാറേണ്ട ആവശ്യമില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഡോണ്ടാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നു. ഒരു എക്സ്ട്രാ കാര്യം പറയുന്നത്, അറിയില്ലെന്ന് പറയുന്നതിനും പ്ലീസ് ടെൽ ദം ദാറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. നമുക്കത് അറിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു പാളിച്ച, ഒരു വീഴ്ചയാണ്. സോ നമുക്ക് എല്ലാം അറിയാനും പറ്റില്ല. അതാണല്ലോ എൻ്റെ യൂണിവേഴ്സൽ തിയറി. ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എല്ലാം അറിയണം എന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. I'll make sure, sir. Definitely, I'll read more about it. I'm afraid I don't know the answer, but I'm sure I'll definitely learn this. I'll definitely read this. അറിയില്ലെങ്കിൽ പറയാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇമോഷണൽ ആവരുത് ഇൻ്റർവ്യൂവിൽ. I've seen a lot of interviews when the candidate or the aspirant, he becomes very emotional, or he or she becomes emotional. കാരണം ബോർഡ് they can actually do any type of, അവരെന്തും ചെയ്യാം. അവർ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡ് മൊത്തം ഒന്ന് തെറ്റിക്കാൻ എന്ത് തരം ചോദ്യങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല, ഇമോഷണൽ ആവാൻ പാടില്ല. കാരണം നമ്മളൊരു മെൻറ്റൽ ബാലൻസ്, ഒരു മെൻറ്റൽ കമ്പോഷറിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മുടെ ലെവൽ വിട്ടു പോകരുത്. ഇമോഷണലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരാം, സങ്കടം വരാം. നിങ്ങൾക്ക് ഇമോഷണൽ ആയി കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായി ഇമോഷണലി സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്താം, നിങ്ങളെ കളിയാക്കാം, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ഇതൊരു അവിടെ ചെന്നിരുന്ന് നമ്മൾ എന്തായാലും അവർ ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവർ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാം. അത് നിങ്ങൾ ഒഫൻഡഡ് ആവാതെ ഇരുന്നാൽ മതി എന്നില്ലേ. നിങ്ങൾ ഒഫൻഡഡ് ആവാതെ ഇമോഷണൽ ആവരുത്. ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രധാനപ്പെട്ട ഡോണ്ടാണ്. പിന്നെ അവരെ പഠിപ്പിക്കാൻ നോക്കണ്ട. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, അങ്ങോട്ട് പോയി പിന്നെ എക്സ്ട്രീം സാധനങ്ങൾ സംസാരിക്കരുത്. ഇപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെയാണോ, ഇതാണോ ഇന്ത്യ മഹാരാജ്യം, ഇതാണോ ഇപ്പോൾ ഇന്ത്യ, ഇതാണോ നമ്മുടെ നിയമസ്ഥിതി, ഇതാണോ നമ്മുടെ വ്യവസ്ഥിതി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സിവിൽ സർവൻറ്റിന് ചേരാത്ത രീതിയിലുള്ള വർത്തമാനം നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത്. അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോവുകയും വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ ഓവർ കോൺഫിഡൻസ് വേണ്ട. ഐ സ്റ്റിൽ റിമെമ്പർ ദർ വാസ് എ പേഴ്സൺ, ഓവർ കോൺഫിഡൻസിൻ്റെ ഹൈറ്റാണ്. അതായത് ഇൻ്റർവ്യൂ ക്വാളിഫിക്കേഷൻ കിട്ടിയപ്പോൾ അവരെന്തോ ചോദിച്ചു, എന്തോ ഗെയിംസിൻ്റെ കാര്യം എന്തോ ചോദിച്ചു വന്നപ്പോൾ ചോദിച്ചു സ്വിമ്മിങ് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. അപ്പോൾ അതെന്താ സ്വിമ്മിങ് അറിയാത്ത, നല്ല ക്രെഡിറ്റ് ഉള്ള കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അല്ല. അപ്പോൾ അത് അറിയണ്ടേ? എനിക്കറിയില്ല, പക്ഷേ ഞാൻ മുസോറിയിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ സ്വിമ്മിങ് പഠിക്കാമെന്നല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൈറ്റ്സ് ഓഫ് ഓവർ കോൺഫിഡൻസ്. ഒന്ന്, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, അവിടെ എല്ലാവർക്കും സ്വിമ്മിംഗ് ഉള്ള ഫെസിലിറ്റി, ഇതൊന്നും നമുക്കിത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പോലും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അത്രയും ഓവർ കോൺഫിഡൻസ് വേണ്ട. അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പഠിച്ചോളാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, പക്ഷേ ഓവർ കോൺഫിഡൻസ് വേണ്ട. കൂടുതൽ കയ്യിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ട. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ, മാറ്റി മാറ്റി സംസാരിക്കരുത്. നമ്മൾ ഡോണ്ട് പ്ലേ ടു ദ ട്യൂൺ ഓഫ് ദ ബോർഡ് നമ്മൾ ഒരു സൈഡിൽ കൂടെ നയിക്കുമ്പോൾ യെസ് സർ ഓക്കെ, നമ്മൾ ബോർഡിനെ സൂചിപ്പിച്ച് ആ വഴി അങ്ങനെ പോയി അവരെവിടെ കൊണ്ടുപോകുന്നു അതുവഴി എല്ലാം യെസ് സർ പറഞ്ഞ് പോകുന്നതല്ല. തിങ്ക് അബൌട്ട് ദ ക്വസ്റ്റ്യൻ. ഇഫ് യു വോണ്ട് ടു എഗ്രി യു ക്യാൻ എഗ്രി. ഇഫ് യു ഡു നോട്ട് വോണ്ട് ടു എഗ്രി, അവിടെ പറയാമല്ലോ നമുക്ക് സോറി സർ ഐ ബെഗ് ടു ഡിഫർ ഓൺ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല എന്ന്. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ഐ എം ജസ്റ്റ് ടെല്ലിങ് മൈ ഒപ്പീനിയൻ. ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ. അപ്പോൾ അത് നമുക്ക് പറയാം. അതൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യുക. അല്ലാതെ അവരെന്ത് പറഞ്ഞാലും ഓക്കെ സർ, യെസ് സർ, നമ്മൾ അങ്ങനെ ഭയങ്കരമായ ഒരു ഓർഡർലി ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതായത് UPSC ഇൻ്റർവ്യൂ ഇട്ടാൽ നമ്മൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ അവരെന്ത് പറഞ്ഞാലും യെസ് സർ, പെർഫെക്റ്റ്ലി സർ. നമ്മൾ അങ്ങനെ എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നി നിങ്ങൾക്കത് പറയാം. അത്തരം ഇൻഡിവിജ്വലിസ്റ്റിക് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതും ഒരു പ്രധാന കാര്യമാണ്. നമ്മളങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്രധാന കാര്യം തോന്നിയത്, നമ്മൾ ചില ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം എടുക്കണമെങ്കിൽ എടുക്കാം. അത് പ്രധാനപ്പെട്ട ഒരു ഡൂസ് ആൻഡ് ഡോൺസിൽ അറിയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് സമയം എടുക്കാം, പക്ഷെ ഒരുപാട് സമയമായി പോകരുത്. അവർ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അത് പറയാം. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചുവെങ്കിൽ നിങ്ങൾക്കത് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയാം. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഉത്തരം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിൽ പ്രധാന കാര്യം, ഡോ നോട്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അജിറ്റേറ്റഡ് ആവരുത്. നിങ്ങൾ ആ ഒരു പോകുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് എന്താ, നമ്മളൊരു പറയത്തില്ല, നമ്മൾ സ്പീഡോമീറ്റർ അടിച്ച് കയറ്റി ഓൾമോസ്റ്റ് ഒരു 90-100 വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ 90-100 കീപ്പ് ചെയ്ത് വേണം വണ്ടി ഓടാൻ. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് 150 ആവണ്ട, 70 ആവണ്ട. 70-30-40 പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് 30-40-50 കയറി വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു 90-100 കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്ത് നിങ്ങളുടെ റേഞ്ച് കീപ്പ് ചെയ്ത് പോവുക. ചിലപ്പോൾ ഇൻ്റർവ്യൂവേഴ്സ് സൈക്കോളജിക്കൽ ഗെയിം കളിക്കാൻ പണ്ട് പോയ ആൾക്കാർ പറയാറുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദർ വാസ് എൻ്റെ പേഴ്സണൽ മോക്ക് ഇൻ്റർവ്യൂ നടത്തിയ എക്സ്പീരിയൻസിൽ വന്ന ഒരു സീനിയർ. അദ്ദേഹം ഒരു 1966 ബാച്ച് ഓഫീസറാണ്. ഇന്ന് ഹീ ഈസ് നോ മോർ. അദ്ദേഹം പഴയ UPSC പാനലിലൊക്കെ ഇരുന്ന ആളാണ്, ഒരുപാട് വട്ടം ഇരുന്നതാണ്. അദ്ദേഹം വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഏജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പുള്ളി ഒട്ടും സ്നേഹത്തോടെ അല്ല ഇരിക്കുന്നത്. നമ്മളിപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്ന് നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, ടെൽ മീ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, one international news and one national news that is making headlines this day. അപ്പോൾ ആ കാൻഡിഡേറ്റ് പൊട്ട ബുദ്ധിക്ക് പുള്ളി എങ്ങാണ്ട് പറഞ്ഞു പോയി, ഞാൻ ഇന്നത്തെ പത്രം രാവിലെ വായിച്ചില്ല എന്ന്. പുള്ളി ആ സൈഡിൽ ഇരുന്ന് ഡാഫ് എടുത്ത് താഴെ ഇറന്നിട്ട് പറഞ്ഞു, ഇനി ഐ ഹാവ് നത്തിങ് ടു ആസ്ക്, ഇനി ഇൻ്റർവ്യൂവിൽ എനിക്കൊന്നും ചോദിക്കാനില്ല, പ്ലീസ് കണ്ടിന്യൂ. ഇങ്ങനെ നിങ്ങളെ അബ്യൂസ് ചെയ്താൽ ആ കാൻഡിഡേറ്റ് അവിടെ തന്നെ പകച്ചുപോയി. കാരണം പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ചോദ്യം, നിങ്ങൾ പത്രം വായിക്കില്ല, ഐ ഹാവ് നത്തിങ് ടു ആസ്ക് എന്നല്ലേ. അടുത്ത ആൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ നഷ്ടപ്പെടും. നമ്മുടെ 90-100 ഓടിക്കൊണ്ടിരുന്ന നേരെ താഴെ വന്നു, അത് നേരെ 10 പോയി. പിന്നെ അടുത്ത ചോദ്യങ്ങളിലും നമ്മുടെ മൈൻഡ് ഔട്ട് പോയി. 90-100 നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഓർത്ത് വെക്കുക, എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങനെ അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, അന്നത്തെ രാവിലെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ പേപ്പർ എന്തായാലും വായിച്ചിരിക്കണം. അന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും കാര്യങ്ങളെല്ലാം നല്ല വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. നമ്മൾ ചോദിച്ചാൽ അപ്പോൾ പറയാൻ പറ്റണം. അതിന് പേപ്പർ എന്തായാലും രാവിലെ 4 മണിക്ക് 5 മണിക്ക് ഈ പേപ്പർ എല്ലാത്തിൻ്റെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ പത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും രാവിലെ കറക്റ്റായിട്ട് വായിച്ച് റെഡി ആവുക. ഏത് ഷിഫ്റ്റിൽ നിങ്ങൾ ഫേസിൽ ഷിഫ്റ്റിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം എന്തും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാന കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഡൂസ് ആൻഡ് ഡോൺസ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറലി എനിക്ക് പറയണം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ പെരുമാറ്റം, ഈ കാര്യങ്ങളൊക്കെ ഇത് നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡെഫിനറ്റ്ലി ബാക്കി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ അനദർ വീഡിയോ ഓൺ ദാറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കാണുക. താങ്ക് യു സോ മച്ച്.